നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ തയ്യാറെന്ന് കേരളം. പ്രവേശനം മേൽനോട്ട സമിതിയുടെ അനുവാദത്തോടെ മാത്രം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 97.99% ഇക്കുറി വിജയം. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് 2 പുതിയ ജനറൽ ബസുകൾ. ചൂരക്കുഴി നിവാസികൾക്ക് അടുത്ത പട്ടയമേളയിൽ പട്ടയം വിതരണം ചെയ്യും. അന്തിമ റിപ്പോർട്ടിന് പുതിയ ടീമിനെ നിയോഗിച്ചു. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ തയ്യാറെന്ന് കേരളം സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകി. മേൽനോട്ട സമിതിയുടെ അനുവാദത്തോടെ മാത്രമേ ആളുകളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നും കോടതിയെ അറിയിച്ചു. അതേസമയം തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥരെ കേരളം തടയുന്നുവെന്ന് തമിഴ്നാടും കോടതിയെ അറിയിച്ചു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കോടതി ജൂലൈയിലേക്ക് മാറ്റി. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് മുന്നണികളുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ RSPയുമായും JDUവുമായും ചർച്ച നടത്തിയതിനെപ്പറ്റി അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വൈകിട്ട് 4-ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഫലം പ്രഖ്യാപനം നടത്തി. 97.99% ഇക്കുറി വിജയം. തുടർന്ന് ഇന്റർനെറ്റ് വഴിയും മൊബൈൽ SMS വഴിയും ഫലം ലഭ്യമാക്കിയിരുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വൈകിട്ട് 4 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബാണ് ഫലം പ്രഖ്യാപിച്ചത്. ഈ വർഷം 12,287 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 97.99% വിജയമാണ് ഈ വർഷമുണ്ടായത്. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 2.52% വർധനമാണ് ഈ വർഷത്തെ പരീക്ഷാഫലത്തിലുണ്ടായത്. ഗൾഫ് രാജ്യങ്ങളിൽ 464 കുട്ടികൾ പരീക്ഷ എഴുതി. ഇതിൽ 461 പേർ വിജയിച്ചു. ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ലയായി കോഴിക്കോട് ജില്ലയെ തിരഞ്ഞെടുത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തിയതിനാലാണ് ഇത്രയും വലിയ വിജയശതമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഫലപ്രഖ്യാപന വേളയിൽ പറഞ്ഞു. ജൂലൈ 1-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. മെയ് 11 മുതൽ 16 വരെയാണ് SSLC സേ പരീക്ഷ നടക്കുക. മോഡറേഷൻ ഇല്ലാതെയാണ് ഈ വർഷത്തെ ഫലപ്രഖ്യാപനമെന്നതും ഏറെ ശ്രദ്ധേയമാണ്. മികച്ച വിജയം നേടിയ വിദ്യാഭ്യാസ ജില്ലയായി മൂവാറ്റുപുഴയെ തിരഞ്ഞെടുത്തു. 81.2% വിജയമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കുറഞ്ഞ വിജയശതമാനം നേടിയ ജില്ലയാണ് പത്തനംതിട്ട. മാർച്ച് 31-ന് ആരംഭിച്ച മൂല്യനിർണ്ണയം ഏപ്രിൽ 16-ന് അവസാനിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് 2 പുതിയ ജൻഡം ബസുകൾ. കാലാവധി കഴിഞ്ഞ ഫാസ്റ്റ് പാസഞ്ചറുകൾ ഓർഡിനറിയാക്കാനും സാധ്യത. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് 2 പുതിയ ജനറൽ ബസുകൾ അനുവദിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ ആന്റണി ചാക്കോയുമായി MLA നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസുകൾ അനുവദിക്കാൻ തീരുമാനമായത്. ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ ഈ ബസുകൾ ഡിപ്പോയ്ക്ക് കൈമാറാമെന്നാണ് ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്. KSRTC അധികൃതരും MLAയും തമ്മിൽ ചർച്ച നടത്തിയാകും ഇവയുടെ റൂട്ട് നിശ്ചയിക്കുക. റാന്നി ഡിപ്പോയിലെ കാലാവധി കഴിഞ്ഞ 2 ഫാസ്റ്റ് പാസഞ്ചർ ബസുകൾക്ക് പകരം 2 പുതിയ ബസുകൾ അനുവദിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞവയെ ഓർഡിനറി സർവീസാക്കി പുനഃക്രമീകരിക്കും. സൂപ്പർ ക്ലാസ് റൂട്ടുകൾ KSRTC ഏറ്റെടുത്തപ്പോൾ സീതത്തോട് എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്നതിനായി റാന്നി ഡിപ്പോയിലെ ബസ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പകരവും ഒരു പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഡിപ്പോയ്ക്ക് സ്വന്തമാകും. സിറ്റി ന്യൂസ്, റാന്നി.
റാന്നിയിലെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മണിക്കൂറുകളോളം വെള്ളം നടുറോഡിലൂടെ ഒഴുകിയിട്ടും അധികൃതർ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. റാന്നി വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥാപിച്ച പുതിയ പൈപ്പ് ലൈനിൽ നിന്നും പഴയ പൈപ്പ് ലൈനിൽ നിന്നും ഒരേപോലെ കുടിവെള്ളം പാഴാകുന്നു. റാന്നി മാമുക്കിൽ നിന്നുള്ള കാഴ്ചയാണിത്. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥാപിച്ച പുതിയ പൈപ്പ് ലൈനുകൾ കൂടി ട്രയൽ റണ്ണിംഗ് നടത്തിയതിനെ തുടർന്ന് ദിവസങ്ങളായി കുടിവെള്ളം പാഴാവുകയാണ്. എന്നാൽ ഇതേ റോഡിന്റെ ഒരു വശത്തുകൂടി പഴയ പൈപ്പ് ലൈനിൽ നിന്നും കുടിവെള്ളം ദിവസങ്ങളായി പാഴാവുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലാണ് റാന്നിയിലെ വാട്ടർ അതോറിറ്റി അധികൃതർ. കുടിവെള്ളം റോഡ് നീളെ പരന്നൊഴുകി റോഡിൽ ചെളി നിറഞ്ഞത് കാൽനട യാത്രക്കാരെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ റോഡിന് ഇരുവശവും ഇപ്പോൾ ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞു. പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച കുഴികൾ ശരിയായ രീതിയിൽ മൂടാഞ്ഞത് കാരണം വാഹനാപകടങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. ഇട്ടിയപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് റോഡിന്റെ ഇരുവശവും ചെളി നിറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കാലഘട്ടവും ഭരണാധികാരികളും മാറി മാറി വരുമ്പോഴും റാന്നിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല. സിറ്റി ന്യൂസ്, റാന്നി. ചൂരക്കുഴി നിവാസികൾക്ക് അടുത്ത ജില്ലാ പട്ടയമേളയിൽ പട്ടയം വിതരണം ചെയ്യുവാൻ തീരുമാനം. റിപ്പോർട്ട് നൽകുവാൻ പുതിയ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ചൂരക്കുഴിയിലെ 224 കുടുംബങ്ങൾ തങ്ങളുടെ കൈവശ ഭൂമിക്ക് അടുത്ത ജില്ലാ പട്ടയമേളയിൽ വെച്ച് പട്ടയം വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതായി രാജു ബ്രഹാം MLA അറിയിച്ചു. MLAയുടെ അഭ്യർത്ഥന പ്രകാരം റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പത്തനംതിട്ട കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. വർഷങ്ങളായി ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനായി ഇവിടുത്തുകാർ നടത്തിയ നിരന്തര പരിശ്രമമാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. സ്വന്തം ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നതിനോ ഒന്നും ചൂരക്കുഴിക്കാർക്ക് കഴിയുമായിരുന്നില്ല. ഒരു ഗ്രാമത്തിന്റെ തന്നെ തീരാവേദനയ്ക്കാണ് ഇതോടെ ശമനമാകുന്നത്. 1974 ആരബിൾ ഫോറസ്റ്റ് ലാൻഡ് റൂൾ അനുസരിച്ച് ഭൂമിയില്ലാത്ത 38 കുടുംബങ്ങൾക്കാണ് ചൂരക്കുഴിയിൽ ഭൂമി അനുവദിച്ചത്. ഇവരുടെ പേരിൽ ഭൂമിക്ക് പട്ടയവും നൽകിയിരുന്നു. എന്നാൽ ഭൂമി ലഭിച്ചവർ ഭൂമി പതിവ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്തതായി പരാതി ഉണ്ടായതിനെ തുടർന്ന് അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന കൊല്ലം ജില്ലാ കളക്ടറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും കളക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്ന് 1981 നൽകിയ പട്ടയങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിലവിലുള്ള കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായി കൊല്ലം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. പിന്നീട് പത്തനംതിട്ട ജില്ല രൂപീകൃതമാവുകയും ഇത് സംബന്ധിച്ച ഫയൽ തിരുവല്ല സബ് കളക്ടർക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം ഭൂമി നിലവിലുള്ള കൈവശക്കാർക്ക് പതിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നിരവധി നടപടി ശ്രമങ്ങളിലൂടെ കടന്നുപോയെങ്കിലും റദ്ദാക്കൽ നടപടികളോ കൈവശക്കാർക്ക് പട്ടയം നൽകൽ നടപടികളോ മുന്നോട്ടു നീങ്ങിയില്ല. 1981 പട്ടയം റദ്ദാക്കുന്നതിനും കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനും നൽകിയ സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനമാക്കി 25/5/2012 തിരുവല്ല RDO 1974 നൽകിയ 38 പട്ടയങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവും നിലവിലുള്ള കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് സർവേ നടപടികൾ അനുവദിക്കുന്നതിന് ഉത്തരവും പുറപ്പെടുവിച്ചത്. തുടർന്ന് 3 ടീമുകളെ സർവേക്കായി നിയോഗിക്കുകയും അവർ കൈവശ ഭൂമിയുടെ അളവ്, വീടുകളുടെ എണ്ണം, വൃക്ഷങ്ങളുടെ എണ്ണവും തുടങ്ങിയവ ഉൾപ്പെടുത്തി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇപ്പോൾ സർക്കാരിന്റെ മുമ്പിലുള്ളത് ഈ റിപ്പോർട്ടായതിനാൽ 2012 ശേഷമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് തൽസ്ഥിതി റിപ്പോർട്ട് നൽകുന്നതിന് 2 ആഴ്ച മുൻപ് പുതിയ ടീമിനെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. 2012 ശേഷം കൈവശക്കാരിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, പുതിയ വീടുകൾ ഉണ്ടായിട്ടുണ്ടോ, മരങ്ങൾ മുറിച്ചിട്ടുണ്ടോ എന്നിവയാണ് ഈ ടീം പരിശോധിക്കുന്നത്. ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പട്ടയം നൽകാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുക. കേരള HR പമ്പ് വാൽവ് ഓപ്പറേറ്റേഴ്സ് കോൺഗ്രസ് INTUC റാന്നി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി നൽകുക, തൊഴിൽ ദിനങ്ങൾ മാസത്തിൽ 25-ൽ കുറയാതെയാക്കുക, ESI, PF, പെൻഷൻ, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള HR പമ്പ് വാൽവ് ഓപ്പറേറ്റേഴ്സ് കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഡിവിഷൻ പ്രസിഡന്റ് മീഫ മീരാൻ അധ്യക്ഷത വഹിച്ചു. തെക്കേപ്പുറം വാസുദേവൻ സ്വാഗതം ആശംസിച്ചു. ധർണയും മാർച്ചും DCC വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഓണമാണേലും ക്രിസ്മസ് ആണെങ്കിലും ഏത് ഹർത്താലാണെങ്കിലും ഒരു പമ്പ് ഓപ്പറേറ്റർ അവന്റെ കൃത്യമായ ജോലി അവന്റെ പമ്പ് ഹൗസിൽ പോയി അവിടെ ബോർഡർ പമ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. വീടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പം ഈ ഓണമാണേലും ക്രിസ്മസ് ആണെങ്കിലും ഹർത്താലാണെങ്കിലും ബന്ധാണെങ്കിലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്ന ഈ പറയുന്ന സുഹൃത്തുക്കൾ, സഹോദരന്മാർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുമ്പോൾ ആ താൽക്കാലിക ജീവനക്കാരനുള്ള ശമ്പളം കൊടുക്കാൻ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മടി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതറിയുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ പ്രിയപ്പെട്ട INTUCയുടെ പ്രവർത്തകർ ഇവിടെ ഇന്ന് ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. അതറിയുക മാത്രമല്ല
കൃത്യമായിട്ട് അവരുടെ ശമ്പളം കൊടുക്കുകയൂടെ ചെയ്യണമെന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ ഓർപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.കെ. കുമാരൻ, ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ്, ബെന്നി പുത്തൻപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് രാജു മരുതിക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി.ബി. താഴത്തില്ലത്ത്, INTUC താലൂക്ക് സെക്രട്ടറി മുരളി മേപ്രത്ത്, അനിൽകുമാർ, ജോമോൻ വെച്ചുച്ചിറ, KR രാജൻ എന്നിവർ പ്രസംഗിച്ചു. റോയ് മാത്യു വെളിയിൽ, ഹരി പാങ്ങാട്, അജു തോമസ് വാഴിയിൽ, ബെന്നി മാടത്തുംപടി എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ഇവിടെ ജോലി ചെയ്തതിനു ശേഷം തുച്ഛമായ ശമ്പളത്തിനു വേണ്ടിയുള്ള പോർവിളിയുടെ ഒരു ഭാഗമായിട്ടുള്ള ധർണയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ നടപ്പുള്ള ആ സാമാന്യ മര്യാദ പോലും ലംഘിച്ചതിന്റെ പേരിൽ ഇവിടെ താൽക്കാലികമായിട്ട് ജോലി ചെയ്ത ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധർണയാണ് ഇവിടെ ഇന്ന് ആദ്യമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സൂചന ധർണ മാത്രമാണ്. ഈ രീതിയിൽ ഈ കാര്യങ്ങളുമായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സമരം വ്യാപിപ്പിക്കും. ധർണ എന്നുള്ളത് പിക്കറ്റിംഗിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിറ്റി ന്യൂസ്, റാന്നി. ചെറുകോൽ കൊറ്റനല്ലൂർ മലനടയിലെ 10ാം മഹോത്സവം 24-ന് നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുകോൽ ഇളവുമഠം ദേവീക്ഷേത്രത്തിൽ പടയണി, 2:30-ന് കോട്ടകയറ്റം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കച്ചേരിപ്പടി വഴി കൊറ്റനല്ലൂർ മലനടയിൽ എത്തിച്ചേരും. അവശ്യരേഖകൾ നഷ്ടപ്പെട്ടു. ഇട്ടിയപ്പാറയിൽ നിന്നും യാത്രയ്ക്കിടെ പാൻ കാർഡ്, ATM കാർഡ്, ക്ഷേമനിധി കാർഡ് തുടങ്ങിയ വിവിധ രേഖകളടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. ലഭിച്ചിട്ടുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുവാൻ താൽപര്യപ്പെടുന്നു. ഫോൺ നമ്പർ 999477371004. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers. World standard classrooms, thoroughly hygienic washroom facilities, special training for phonics-based reading, latest version of smart class system, indoor and outdoor child-friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco-friendly passages with ample space for the children to move around. For excellence in education. Raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimooda, Ranni. വാർത്തകൾ തുടരുന്നു. 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റാന്നി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ആട് ഗ്രാമം പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം S. ഹരദാസ് ഉദ്ഘാടനം ചെയ്തു. 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റാന്നി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ആട് ഗ്രാമം പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം S. ഹരദാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ബാങ്കാണെങ്കിൽ നല്ല സഹകരണം നൽകി, ബാങ്കിൻ്റെ സഹകരണമില്ലെങ്കിൽ ഇത്രയും തുക നമുക്ക് ആടിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോൾ നല്ല ഒരു കൂട്ടായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്രയും ആടിനെ കണ്ടുപിടിക്കുന്നതിന് ഒരു വെറ്ററിനറി ഡോക്ടർക്കാണ് ഉത്തരവാദിത്വം. ഇത്രയും ആട്, അതിന് ഇൻഷുറൻസ്, ആടിൻ്റെ ആരോഗ്യം, ആടിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ, ഇതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നൽകേണ്ടത് ഡോക്ടറുടെ ചുമതലയാണ്. കാരണം നിങ്ങൾക്കാർക്ക് ആടിൻ്റെ ശാരീരികാവസ്ഥയെ സംബന്ധിച്ചും അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ വെറ്ററിനറി ഡോക്ടർ അതിനകത്ത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടാണ് ഈ പദ്ധതി ഇത്ര വേഗത്തിൽ നടപ്പാൻ കഴിഞ്ഞിട്ടുള്ളത്. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ പദ്ധതിക്ക് മുമ്പ് തന്നെ പല വീടുകളിലും നല്ല രീതിയിൽ ആട് കൃഷി വളരെ ലാഭകരമായി നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി രൂപീകരിക്കുവാനും ആ പദ്ധതിയിൽ കൂടി നമ്മുടെ ഗ്രാമത്തിലെ 70 അംഗങ്ങൾക്ക്, 70 വീടുകൾക്ക് ആടുകളെ നൽകുവാനുമുള്ള പദ്ധതി ജില്ലാ മിഷൻ രൂപീകരിച്ചത്. കുടുംബശ്രീ DMC സാബിർ ഹുസൈൻ പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതി ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മാറും. അതിന് നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബശ്രീയെ കുറിച്ച് പഠിക്കാനും സംരംഭങ്ങളെ കാണാനും എത്തുന്നവർക്ക് റാന്നി ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃകയായി മാറണം. നമ്മുടെ ഉദ്ഘാടകനും അതിനു മുമ്പ് സംസാരിച്ച ആദരണീയ പ്രസിഡന്റുമൊക്കെ പദ്ധതി വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 14ാമത്തെ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ. ഒപ്പം അതിനോട് സാദൃശ്യമായ ഒരു കാര്യം കൂടെ. എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 14 ഗ്രൂപ്പുകൾ. ആടുഗ്രാമം പദ്ധതി നടപ്പാക്കുന്ന ജില്ലയിലെ 14ാമത്തെ ഗ്രാമപഞ്ചായത്താണ് റാന്നി ഗ്രാമപഞ്ചായത്ത്. 70 കുടുംബങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2,80,000 രൂപ ചിലവഴിച്ചാണ് റാന്നി ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആട് വളർത്തൽ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി ഉയർത്തിക്കൊണ്ടുവരിക, ആടുപരിപാലനം സമൂഹത്തിൽ വ്യാപകമാക്കുക തുടങ്ങിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആടുഗ്രാമം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. 280 ആടുകളെയാണ് പദ്ധതിയിൽ കൂടി വിതരണം ചെയ്യുന്നത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി വിക്രമൻ, റാന്നി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയമ്മ ജോർജ്, റാന്നി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK സുമ, സീനാനി, പ്രൊഫസർ VR വിശ്വനാഥൻ നായർ, പ്രസന്നകുമാരി, ലീലാമ പേലി, വെറ്റിനറി സർജൻ ഡോക്ടർ അൻസുബിയൻ, കാനറ ബാങ്ക് മാനേജർ KS രാജേഷ്, CDS വൈസ് ചെയർപേഴ്സൺ ഗീത സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നിയിൽ ലോട്ടറി വിപണി സജീവം. ലോട്ടറി വാങ്ങാനും വിൽക്കാനും 100 കണക്കിന് ആളുകളാണ് റാന്നിയിലുള്ളത്. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഭാരം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു. വരുവിൽ നിങ്ങൾ വരുവിൽ. മന്ത്രമില്ല, ജാലവുമില്ല. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. എവിടെ തിരിഞ്ഞാലും ഭാഗ്യം പരീക്ഷിക്കാം. കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾക്ക് അന്യസംസ്ഥാന വിൽപ്പനക്കാരും. റാന്നിയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി കനിഞ്ഞ ലക്ഷപ്രഭുക്കളുടെ എണ്ണം 1/2 ഡസൻ കവിഞ്ഞു. ഇതിൽ വല്ലപ്പോഴും മാത്രം ഭാഗ്യം പരീക്ഷണം നടത്തുന്നവരും ഭാഗ്യം പരീക്ഷിച്ച് മടുത്തവരും ഉൾപ്പെടുന്നു. ഇടയ്ക്കിടെയെങ്കിലും സംസ്ഥാന ഭാഗ്യക്കുറി ഇങ്ങനെ കനിയുമ്പോൾ ആരായാലും വീണുപോകും. കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക്? കോടികൾ, ലക്ഷങ്ങൾ, 10,000-ങ്ങൾ, 1000-ങ്ങൾ, അങ്ങനെ 100 വരെയുണ്ട് സമ്മാന തുകകൾ. പിന്നെ എന്തുകൊണ്ട് ഈ പരീക്ഷണം ആയിക്കൂടാ? ലോട്ടറി എടുക്കുന്നവരെ 4ആയി തരംതിരിച്ചു കഴിഞ്ഞാൽ ലോട്ടറി എടുപ്പിന്റെ ത്രില്ലിൽ അതല്ല, ഇതിലൂടെയെങ്കിലും രക്ഷപ്പെടാനൊരു മാർഗമായാലോ? കേരള സർക്കാരിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ ഭിക്ഷയെടുക്കാതെ തൊഴിലേർപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരെ മാനിക്കേണ്ടെന്ന് ചിലർ. ലോട്ടറിക്കാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയും ചിലർ. ഇതിലെല്ലാം ഉപരി ഓരോ ദിവസത്തെയും പ്രതീക്ഷയാണ് ഈ ലോട്ടറി. ഇന്റർനെറ്റുകൾ തങ്ങളുടെ പോക്കറ്റിലെത്തുന്നതിന് മുൻപ് ദിവസവും രാവിലെയുള്ള പത്രങ്ങളെയാണ് റിസൾട്ടിന് ആശ്രയിച്ചിരുന്നത്. അതാകുമ്പോൾ ഒരു ദിവസം വേണ്ടിവരും ഫലമറിയാൻ. എന്നാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് കൃത്യം 2:30 ഫലമറിയും. 4 മണിയോടെ എല്ലാവരുടെയും പക്കൽ ഫലമായി. അതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ഫലമറിയാവുന്ന അവസ്ഥ. തന്നെയുമല്ല, ഇങ്ങനെ ഫലമറിഞ്ഞ് തെറ്റിദ്ധരിക്കുകയും വേണ്ട. ലോട്ടറി എടുപ്പിന്റെ ത്രില്ലിൽ ഇതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് സ്വയം മറന്ന് പണിയെടുക്കാത്തവർ അഭിമാനിക്കാൻ വരട്ടെ. ഇതിൽ ഉപജീവനം കണ്ടെത്തുന്ന ഒരു പറ്റം തൊഴിലാളികളുണ്ട് ഈ കേരളത്തിൽ. രാവിലെ 8 മണി വരെ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. നമ്മളീ പോകുന്ന കൂട്ടത്തിൽ നമ്മളെ പരിചയമുള്ളവർ വരും, അവരവരെ ടിക്കറ്റ് എടുക്കും. എന്നാ കച്ചവടം തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു മനസ്സിൽ. നമുക്ക് നേരത്തെ മറ്റുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പം അതിനൊന്നും കച്ചവടം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെല്ലാവരും. അല്ല, വെറുതെ അങ്ങനെ എടുക്കുന്നില്ല. എല്ലാവരും കിട്ടിയാൽ കൊള്ളാം ആഗ്രഹത്തിൻ്റെ. ഈയിടെ 5,000 രൂപ കിട്ടി. പിന്നെ 2-3 100 അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച വരായുള്ളൂ. 2-3 ആഴ്ച അത്രയേ ഉള്ളൂ. ചിലപ്പം പൈസ ഒക്കെ അടിക്കും. 5,000 ഒക്കെ അടിച്ചിട്ടുണ്ട്. അല്ലല്ല, സ്ഥിരമായിട്ട് എടുക്കുന്ന കൂട്ടാൻ തന്നെ 25,000 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് എടുക്കാൻ എല്ലപ്പോഴും അടിക്കും. അതിൽ ഭൂരിഭാഗവും അന്യനാടുകളിൽ നിന്നും തൊഴിലിനായി കേരളത്തെ ആശ്രയിച്ചിരിക്കുന്നവർ. സിറ്റി ന്യൂസ്, റാന്നി. ഭഗവതികുന്ന ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 3-ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ നവകം, കലശം, ശ്രീഭൂതബലി എന്നിവ തന്ത്രിമുഖ്യൻ പഴമ്പൂലിലത്ത് ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 12:30 മുതൽ സമൂഹസദ്യ. 4-ന് പാരൂർ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര നടക്കും. 1-ാം ഉത്സവത്തോടനുബന്ധിച്ച് കുമാരി GN കീർത്തന അന്തർജനത്തിന്റെ സംഗീത സദസ്സ് അരങ്ങേറ്റം നടന്നു. മാസ്റ്റർ പ്രസാദ് വായ്പൂര്, ആദിത്യൻ നമ്പൂതിരി, കാർത്തിക അന്തർജനം തുടങ്ങിയവർ സംഗീത കച്ചേരി നടത്തി. വയലിൻ ചേർത്തല രാജേന്ദ്രനും രാജഗോപാൽ എരുമേലി മൃദംഗവും സതീഷ് കീക്കുഴൂർ ഘടവും വായിച്ചു.
വണ്ടിപ്പാറ സെന്റ് ജോർജ് ജ്ഞാനായ കുരിശുപള്ളിയിലെ 59ാമത് പെരുന്നാളിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് റവറൻ ഫാദർ മാത്യു ഉതുപ്പാൻ ചെറുകരേത്ത് ധ്യാനപ്രസംഗം നടത്തും. 22-ന് വൈകിട്ട് 7-ന് മുക്കാലുമൺ സെന്റ് ജോർജ് കുരിശടിയിൽ നിന്നും ഭക്തി നിർഭരമായ റാസ നടക്കും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. അക്ഷയ തൃതീയയെ വരവേൽക്കാൻ വ്യാപാരികൾ ഒരുങ്ങി. സ്വർണ്ണ സമ്പാദ്യം ആരംഭിക്കുന്നതിന് കണ്ണുനട്ടിരുന്ന ആ സുദിനം ചൊവ്വാഴ്ച. സ്വർണ്ണ സമ്പാദ്യം മുതൽക്കൂട്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ അക്ഷയ തൃതീയയെ വരവേൽക്കാൻ ജനങ്ങൾ ഒരുങ്ങുന്നു. ഒപ്പം റാന്നിയിലെ സ്വർണ്ണ വ്യാപാരികളും. അന്നപൂർണാദേവിയുടെ ജന്മദിനമായ അക്ഷയ തൃതീയ ദിനത്തിൽ ഏത് ശുഭകാര്യങ്ങൾ ചെയ്താലും അത് ആ വർഷം മുഴുവൻ പ്രതിഫലിക്കും എന്നതിനെ ആസ്പദമാക്കിയാണ് ജനങ്ങൾ അക്ഷയ തൃതീയ ദിനം സ്വർണ്ണ സമ്പാദ്യത്തിന്റെ തുടക്കത്തിനായി ഉപയോഗിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന്റെ ജന്മദിനം എന്ന ഒരു സവിശേഷത കൂടി അക്ഷയ തൃതീയ ദിനത്തിനുണ്ട്. സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ പ്രകൃതിയുടെ അനുഗ്രഹവുമെല്ലാം ഈ ദിനത്തിന്റെ പ്രത്യേകതകളായി ഹൈന്ദവ ആചാര്യപ്രകാരം വിലയിരുത്തുന്നു. ഭാഗ്യം, വിജയം, വിധി എല്ലാം നന്നായി വരുന്ന ദിനം. അതാണ് അക്ഷയ തൃതീയ ദിനത്തിന്റെ പ്രത്യേകത. ഇങ്ങനെയൊരു ദിനമാണ് സ്വർണം വാങ്ങാൻ ഏറ്റവും ഉത്തമമായി ജനങ്ങൾ കാണുന്നത്. ഇതിനായി സ്വർണ്ണ മേഖലകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ദിനത്തിലെ വിപണി മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്ത ഇനം സ്വർണ്ണാഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നിവയുടെ കൂടുതൽ ശേഖരം വ്യാപാരികൾ ഒരുക്കിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. ശബരിമലയിൽ 31 കോടി രൂപ ചെലവിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാസ്റ്റർ പ്ലാൻ. കമ്മിറ്റി ചെയർമാൻ കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ, ബോർഡംഗം സുഭാഷ് വാസു എന്നിവരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം കമ്മീഷണർ CP രാമരാജ പ്രേമപ്രസാദ്, ചീഫ് എഞ്ചിനീയർമാരായ PS ജോളി, ഉല്ലാസ്, G മുരളീകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ശങ്കരൻ പോറ്റി, GL വിനയകുമാർ, KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാധാകൃഷ്ണൻ, മഹേഷ്, അനിൽ, പോൾ എന്നിവർ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടു. 31 കോടി രൂപ ചെലവഴിച്ചാണ് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ശബരിമലയിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി പുരോഗമിക്കുന്നു. ഇത് ജൂൺ 30-ന് മുൻപ് കമ്മീഷൻ ചെയ്യും. മാളികപ്പുറം ഭാഗത്ത് ബിൽഡിംഗ് പൊളിച്ചുമാറ്റി പകരം പാണ്ടിത്താവളത്ത് ദർശനം കോംപ്ലക്സ് എന്ന പേരിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. ഭണ്ഡാരം ആധുനിക സുരക്ഷാ സൌകര്യങ്ങളോടെ നിർമ്മിക്കുവാനും തീരുമാനമായി. പാണ്ടിത്താവളത്ത് 20 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള 2 വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കും. ഒരു റെസ്റ്റോറന്റ് ബ്ലോക്ക് പമ്പയിൽ നിർമ്മിക്കും. പമ്പയിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി നിലവിലെ ഗോഡൌണിനോട് ചേർന്ന് പുതിയൊരു ഗോഡൌൺ കെട്ടിടം നിർമ്മിക്കുവാനും തീരുമാനമായി. നിലവിലെ ശൌചാലയങ്ങൾക്ക് പുറമെ ഒരു ശൌചാലയ സമുച്ചയം കൂടി നിർമ്മിക്കും. 2 വലിയ സേഫ്റ്റി ടാങ്കുകളും മാസ്റ്റർ പ്ലാനിൽ ഉണ്ട്. നിലയ്ക്കലിലെ പാർക്കിംഗ് ഏരിയ നവീകരിക്കും. ബസ് ടെർമിനൽ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. റോഡുകൾ ടാർ ചെയ്യും. റോഡിന് ഇരുവശത്തും നടപ്പാതകൾ ക്രമീകരിക്കുവാനും പദ്ധതിയുണ്ട്. നിലയ്ക്കലിൽ പുതുതായി ഒരു പിൽഗ്രിം ഷെൽട്ടർ കൂടി പണിയും. 31 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പെരുന്നാട് പഞ്ചായത്തിൽ തുലാപ്പള്ളി കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയവർമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ അലക്സ്, PTA പ്രസിഡന്റ് രാജൻ തൈക്കൂട്ടത്തിൽ, പഞ്ചായത്ത് അംഗം ഉഷാകുമാരി എന്നിവർ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. നിര്യാതരായി. തടിയൂർ തോട്ടാവള്ളിൽ രാജി നിവാസിൽ TP ജനാർദ്ദനൻ നായർ 82 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. തടിയൂർ NSS ഹൈസ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ്, അയിരൂർ NSS പ്രാദേശിക യൂണിയൻ പ്രസിഡന്റ്, പത്തനംതിട്ട DCC അംഗം, അയിരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം, കാഞ്ഞീറ്റുകര 1666 നമ്പർ NSS കരയോഗം പ്രസിഡന്റ്, ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. തടിയൂർ NSS ഹൈസ്കൂൾ റിട്ടയർഡ് ടീച്ചർ ചങ്ങനാശ്ശേരി പെരുന്ന കളത്തൂർ C രാജമ്മയാണ് ഭാര്യ. രാജി മകളാണ്. അയിരൂർ
പറുവാനിക്കൽ പരേതനായ PM ഈപ്പന്റെ മകൻ തോമസ് ഈപ്പൻ രാജു ഡൽഹിയിൽ നിര്യാതനായി. സംസ്കാരം ബുറാരി നിരൻകേരി കൺവെൻഷൻ സെന്ററിൽ ഇന്ന് നടന്നു. വത്സമ തോമസ് ആണ് ഭാര്യ. നെവിൽ, നോയൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ തയ്യാറെന്ന് കേരളം. പ്രവേശനം മേൽനോട്ട സമിതിയുടെ അനുവാദത്തോടെ മാത്രം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 97.99% ഇക്കുറി വിജയം. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് 2 പുതിയ ജനറൽ ബസ്സുകൾ. ചൂരക്കുഴി നിവാസികൾക്ക് അടുത്ത പട്ടയമേളയിൽ പട്ടയം വിതരണം ചെയ്യും. അന്തിമ റിപ്പോർട്ടിന് പുതിയ ടീമിനെ നിയോഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.